ഞാനിപ്പോൾ 3ാമത്തെ ക്ലാസ് ആയിട്ടുള്ളൂ. പക്ഷെ 1ാമത്തെ ക്ലാസ്സിൽ വെച്ച് ഞാൻ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്. 1ാമത്തെ ക്ലാസ്സിൽ സാറിനോട് ഞാൻ ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ തുടക്കമാണ്, എന്താ ചെയ്യേണ്ടത് സാറ് ചോദിച്ചപ്പോൾ സാറ് കൂളായിട്ട് പോയി പറഞ്ഞു. അന്ന് എനിക്കധികം സംസാരിക്കാൻ പറ്റിയില്ല, 2 വാക്ക് സംസാരിക്കുമ്പോഴത്തേക്കും വാക്കുകൾ കിട്ടാണ്ടായപ്പോൾ. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല സംസാരിക്കാൻ കഴിയുന്നുണ്ട്. മുസായി സാറൊക്കെ പറയുന്ന പോലെയൊക്കെ സംസാരിക്കാൻ കഴിയണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അഷ്റഫ് സാറ്, വിനോദ് സാർ, എല്ലാവരും അവരവരെ കഴിയുന്ന സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അത് നമ്മൾ വാട്സപ്പിലൂടെ ഓൺലൈനായിട്ടൊക്കെ പഠിക്കുമ്പോൾ അത്ര ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പോൾ ഓഫ്ലൈനായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് വളരെയധികം മെച്ചം. ഞാൻ 3 ക്ലാസ് ആയിട്ടുള്ളൂ, അപ്പോൾ തന്നെ എനിക്ക് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരും ഈ ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നമുക്ക് അത് മനസ്സിലാവും. അപ്പോൾ 3 മണിക്കൂർ, ഞാൻ ഇപ്പോൾ 1 മണിക്ക് വന്നതാണ്, ഇപ്പോൾ 4 മണിയായി. സമയം പോയത് അറിഞ്ഞതേ ഇല്ല. പെട്ടെന്ന് നമ്മളെ സമയം പോകുന്നത് അറിയുന്നില്ല. അത്രയും നല്ല ക്ലാസ്സാണ് വൈസ് സാറ് എടുക്കുന്നത്. സാറ് ഓരോ നമ്മൾക്ക് പറ്റുന്ന തെറ്റുകളൊക്കെ ചൂണ്ടിക്കാട്ടി തരുന്നു. ഞാൻ നേരത്തെ പ്രസംഗിച്ചപ്പോൾ എൻ്റെ അവസാന ഭാഗത്തിൽ കുറച്ച് പോരായ്മ ഉണ്ടായി. സാർ അത് തിരുത്തിയപ്പോൾ എനിക്കതെന്ന് വ്യക്തമായി. ഞാൻ അതിൽ കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കാം എന്ന് എനിക്ക് തന്നെ ഉള്ളുന്നൊരു ആത്മവിശ്വാസം വന്നു. അത് അങ്ങനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു. അതേപോലെ നമ്മളെല്ലാവരും അത് ഓൺലൈനായിട്ട് കാണുന്ന വീഡിയോ പോലെയല്ല, നമ്മൾ ഓഫ്ലൈനായിട്ട് നമ്മളൊരു മൈക്കിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ നമുക്കതിനായിട്ടുള്ള മാറ്റങ്ങൾ വളരെയധികം കൂടി വരുന്നു. ഒരു പ്രസംഗം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലിരുന്ന് സ്വയം കണ്ണാടിക്ക് മുന്നിൽ പറഞ്ഞാൽ അത്ര ഫലത്താവില്ല. 4 ആളെ മുന്നിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. ഓരോ പ്രാവശ്യം പറയുമ്പോൾ കൂടുതൽ വാക്കുകൾ കിട്ടും, നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് പറയാൻ കഴിയും. ഒരു റേഡിയോ പോലെ നമുക്ക് നിർത്താണ്ട് ഒരാളുടെ മുന്നിൽ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അന്ന് ഊർജ്ജം വളരെ കുറവ്. പക്ഷെ സാറിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതാണ് ഒരു പോസിറ്റീവ് എനർജി. ആ പോസിറ്റീവ് എനർജിയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ക്ലാസ്സിലുള്ള എല്ലാവരും ഇവിടെ വന്ന് ഒരു ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയും. പിന്നെ സാർ ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ കല്യാണമൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. വീട്ടിലാരും ഇല്ല, ഇനിയിപ്പോൾ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കണം, ആ സമയമുണ്ട്. സാറിൻ്റെ ക്ലാസ് വളരെയധികം മോട്ടിവേഷനാണ്, സ്ട്രെങ്ത്താണ്, അത്രയധികം ഊർജ്ജം എനിക്ക് തന്നു. ഇപ്പോൾ 3 മണിക്കൂർ പോയത് ഞാൻ അറിഞ്ഞതേ ഇല്ല. വളരെയധികം സന്തോഷം.